യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ നമ്മളുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുന്നതായ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. എനിക്കറിയാം, ഞാൻ ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. മറിച്ച് ഒരു ആമുഖം എന്നവണ്ണം മാത്രമാണ് ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത്. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തതായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് തിരിച്ചറിയുന്നത്? ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് തനിക്കിഷ്ടമുള്ളതുപോലെ അതേ ദൈവവചനപ്രകാരം തന്നെ നമ്മെ നയിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. ദൈവവചനത്തിന് അനുസൃതമല്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, അതേ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിന് അനുഗുണമായ സ്വഭാവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഇല്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായി മാറേണ്ടത് ആവശ്യമാണ്. കേവലം മന്ദിരം മാത്രമല്ല, ആ മന്ദിരത്തിൽ വസിക്കുന്നതായ ദൈവത്തെ അനുസരിച്ച് ദൈവം നമ്മെ നയിക്കുന്നതിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ തീർച്ചയായിട്ടും സാധിക്കണം. കഴിഞ്ഞ ദിവസം വായിച്ചതായ അതേ വാക്യം തന്നെയാണ് ഞാൻ ഇന്നും വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ ബലഹീനത എന്നുള്ള വാക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ബലഹീനത? നമ്മളിൽ ബലമില്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു മേഖലയിലാണ് നമ്മൾ നിസ്സഹായരായി നിൽക്കുന്നത്, അതാണ് നമ്മളുടെ ബലഹീനത എന്ന് പറയുന്നത്. ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ ഊന്നി പറയുന്നത്. കാരണം പലപ്പോഴും പ്രാർത്ഥന എന്നുള്ള വിഷയത്തിൽ നമ്മൾ ബലഹീനരാണ്. അതിൻ്റെ കാരണം താൻ ഇവിടെ പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഏതൊരു വിഷയത്തിലും അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇതേ വിഷയം എൻ്റെ ഹൃദയത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിലൂടെയൊക്കെ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നൊരു വിഷയമാണ്. ഞാൻ എങ്ങനെയാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എനിക്കറിയില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. യെസ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പൊതുവായി പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കറിയാം, എനിക്ക് വേണ്ടുന്നതുപോലെ ദൈവത്തെ ബോധ്യപ്പെടുത്തും വണ്ണം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഉത്തമമായ ബോധ്യമുണ്ട്. ഇതാണ് നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സർക്കാർ ഓഫീസിലേക്ക് നമ്മൾ ചെന്ന് ഒരു ഓഫീസറോട് നമ്മുടെ ആവശ്യം പറയുകയാണെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായ പബ്ലിക് റോഡ്, അതിൻ്റെ ശോച്യാവസ്ഥയാണ് നമ്മൾ ആ ഉദ്യോഗസ്ഥനോട് പോയി വാക്കാൽ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹം നമ്മോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഓക്കെ, എനിക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു, പക്ഷേ ഇത് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഒരു അപേക്ഷ എഴുതി തരണം. അപ്പോൾ നമ്മുടെ ചോദ്യം, സാറേ, എങ്ങനെയാണ് ഞാൻ അപേക്ഷ എഴുതുന്നത്? ആരെയാണ് ഞാൻ സംബോധന ചെയ്യേണ്ടത്? ഇതൊക്കെയല്ലേ നമ്മുടെ കൺസേൺസ്. അപ്പോൾ അദ്ദേഹം പറയും, തൊട്ടടുത്ത് ഒരു കടയുണ്ട് അല്ലെങ്കിൽ ഒരു ഓഫീസുണ്ട്, അവിടെ പോയി അപേക്ഷ ഫോം കിട്ടും, അവർ നിങ്ങളെ അത് പൂരിപ്പിക്കുവാൻ സഹായിക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവം കാണിക്കാത്ത ഒരിടത്തേക്കല്ല നമ്മൾ കടന്നു പോകേണ്ടത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നതല്ലേ, ദൈവം കാണിക്കാത്തവരുടെ അടുക്കിലേക്ക് നമ്മൾ പോവുക. ചില വ്യക്തികളുടെ അടുക്കിലേക്ക്, ചില മധ്യസ്ഥന്മാരുടെ അടുക്കിലേക്ക്, ചില പുണ്യവാളന്മാരുടെ അടുക്കിലേക്കൊക്കെ നമ്മൾ പോവുക. അവർ മധ്യസ്ഥരാണോ എന്ന് നമുക്കറിയത്തില്ല, അവർ പുണ്യവാളന്മാരാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ആരൊക്കെയോ പ്രഖ്യാപിച്ചതായ ആളുകൾ, നമ്മൾ ചിന്തിക്കുന്നു അവരൊക്കെ നമ്മളെ സഹായിക്കുമെന്ന്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമ്മെ സഹായിക്കുവാൻ ദൈവം ഏൽപ്പിച്ചതായ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ യേശുക്രിസ്തുവിൻ്റെ അതേ പ്രകൃതത്തോടും അതേ സ്വഭാവത്തോടും കൂടെ നമ്മുടെ
ജീവിതത്തിൽ പരിശുദ്ധന്മാർ ഉണ്ട് എന്നുള്ള വലിയൊരു വാഗ്ദത്തമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബലഹീനതയ്ക്ക് എപ്രകാരമാണ് നമ്മെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നത്, നമ്മുടെ ആ മേഖലയിലെ ആ ദൗർബല്യം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പരിഹരിക്കുന്നത്, അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. താൻ പറയുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇവിടെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം എന്ന് പറയുന്നത് ഒരു സംസാരമല്ല, മറിച്ച് ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. വിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് അന്യഭാഷയെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അന്യഭാഷ എന്താണ്? അന്യഭാഷ 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇത് അന്യഭാഷയെക്കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ ഒരു വിശദീകരണമാണ്. ഇന്നും അന്യഭാഷ എന്നുള്ള ആ വിഷയത്തിൽ വിശ്വസിക്കാത്തവരായ ആളുകളുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പെന്തക്കോസ്ത് നാളിൽ അന്ന് കൂടിയിരുന്ന 120 പേരുടെ മേൽ അഗ്നിനാവ് പോലെ പിടർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായെന്നും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്നും അവർ അന്യഭാഷകൾ സംസാരിച്ചുവെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്യഭാഷ എന്ന് പറയുന്നത് സംസാരിക്കുന്നവൻ അവൻ്റെ മാതൃഭാഷയിലല്ലാതെ അവന് മനസ്സിലാകാത്തതായ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ആ ഭാഷ ഈ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഒരു ഭാഷയായിട്ട് മാറാം, അല്ലെങ്കിൽ അതൊരു ദൂതഭാഷ. വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷയിലുമാകാം നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയില്ല നമ്മൾ എന്താണ് പറയുന്നതെന്ന്, പക്ഷേ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും, ഈ സംസാരിച്ച ഈ സംസാരം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് എന്നെ നിറച്ചിട്ട് ആത്മാവ് എൻ്റെ വിഷയങ്ങളെ ഞാൻ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് ദൈവത്തിന് മനസ്സിലാക്കത്തക്കവണ്ണം സംസാരിക്കുന്നതാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു അടയാളമായി നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറഞ്ഞുവെന്ന് മറ്റുള്ളവരെ എപ്പോഴും ബോധ്യപ്പെടുത്തേണ്ട ഒന്നുമല്ല ഈ പരിശുദ്ധാത്മാവ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ നിറഞ്ഞുവെന്ന് മറ്റുള്ളവരെ എപ്പോഴും ബോധ്യപ്പെടുത്താനുള്ളതല്ല ഈ അന്യഭാഷ. മറിച്ച് അന്യഭാഷ അത് അടയാളമായി മാറുന്നത് നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൻ്റെ സമയത്താണ്. ആ നിറവിൻ്റെ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന് എനിക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ബോധ്യപ്പെടുവാൻ ഈ അന്യഭാഷ എന്നെ സഹായിക്കും. പക്ഷെ അതേസമയം തന്നെ പിന്നീട് ഈ അന്യഭാഷയുടെ ഉപയോഗം എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, അവൻ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, അത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്താണ് അവൻ സംസാരിക്കുന്നത്? ആത്മാവിൽ മർമ്മങ്ങളെ എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അറിയാത്തതായ കാര്യങ്ങളെ ഈ ആത്മാവ് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ ബോധ്യപ്പെടുവാൻ കഴിയും. ഈ 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ, പേഴ്സണൽ പ്രേയറിൽ, പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. നോക്കൂ, ഇങ്ങനെ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നതായ ഒരനുഭവം. അതായത് എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ ആ സംസാരം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്നും താൻ പറയുന്നു 15-ാം വാക്യത്തിൽ, ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. എന്ന് പറഞ്ഞാൽ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ ഭാഷാവരം എന്ന് പറയുന്നത്. അതിലൂടെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അതിലൂടെ അവൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റോമാലേഖനം 8:26 പറയുന്നതായ കാര്യം അന്യഭാഷയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായ ഒരു ഞരക്കം. ആ ഞരക്കം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല, അത് ആത്മാവിൻ്റെ ഞരക്കമാണ്.
ആത്മാവ് എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട്. അങ്ങനെയാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത പ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ട് ആത്മാവിന് ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നോക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ എന്താണ്, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, എന്താണ് നമ്മളുടെ ഡീപ്പ് ഡിസയർ, നമ്മുടെ ഏറ്റവും അകത്തുള്ള ആഗ്രഹം എന്താണ് എന്നുള്ളത് ആത്മാവ് പരിശോധിച്ചറിഞ്ഞ് ആത്മാവ് ദൈവത്തോട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിയുന്നില്ല നമ്മളുടെ പ്രാർത്ഥനാ സമയത്ത് നമുക്കുണ്ടാകുന്ന ബലഹീനതകളിൽ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തോടൊരു വാഞ്ച ഉണ്ടാകണം. അതേ സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എനിക്ക് ദൈവത്തോട് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. അതെങ്ങനെ പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാതെ പോകുന്നതായ അനുഭവങ്ങളുണ്ട്. പക്ഷെ അവിടെ പോലും എന്നെ സഹായിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ സാധിക്കും. അഥവാ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ വിഷയങ്ങൾക്ക് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെയുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് നേടിയതല്ല. ഞാൻ മനഃപൂർവ്വമായി പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്നു എന്ന് എനിക്ക് പറവാൻ തക്കതായ ഒരു സാഹചര്യം അവിടെ ഇല്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ചില ചിന്തകളുണ്ടായിരുന്നു. അതെനിക്ക് പുറത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ, ഒരു സംസാരം എന്നവണോ ഒരു പ്രാർത്ഥന എന്നവണോ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അതെല്ലാം തന്നെ ദൈവം മറുപടി എന്നവണ്ണം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആക്ഷൻ എന്നവണ്ണം എങ്ങനെയാണ് ദൈവം ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്. ഈ വചനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതെല്ലാത്തിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവഹിത പ്രകാരം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു, ഞാൻ അറിഞ്ഞില്ല. നോക്കൂ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണ്. നീ ചിന്തിക്കുന്നതിലും അധികമായി, നീ ആഗ്രഹിക്കുന്നതിലും അധികമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ ആത്മാവ്. അതേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, അതേ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ആത്മാവ് വസിക്കുകയും ആത്മാവ് വരെ നടത്തുകയും ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിനെ കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം, നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല, നമ്മളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹപ്രദമായി തീരും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം, പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാൻ തക്കോണം അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനം ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനപ്രകാരം ജീവിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങൾക്ക് പങ്കിടാവുന്നതാണ്. അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് സാവകാശമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പമുള്ള ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.